ഇന്ന് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാണ്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സോ നമ്മൾ ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം. ഓക്കെ. So first question is, name the meristem which occurs in grasses and regenerate parts removed by the grazing herbivore. അപ്പം ഇത് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് മെരിസ്റ്റം പറ്റി നോക്കണം. എന്താണ് മെരിസ്റ്റം? ഓക്കെ. അപ്പൊ നമ്മൾ അനാട്ടമി ചാപ്റ്ററിൽ ആദ്യം ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വാട്ട് ഇസ് ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിംഗ് സെയിം ഒറിജിൻ ആൻഡ് പെർഫോമിംഗ് കോമൺ ഫംഗ്ഷൻ. ഒരേ ഒറിജിൻ ഉള്ളതും ഒരേ ജോലി ചെയ്യുന്നതായിരുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ടിഷ്യൂസ് എന്ന് വിളിച്ചത്. ഓക്കെ. അപ്പം ടിഷ്യൂസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും ഉണ്ട്, പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വെച്ചാൽ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകൾ അടങ്ങിയ ടിഷ്യൂവിനെയാണ് എന്ത് വിളിക്കുക? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഓക്കെ. പെർമനന്റ് ടിഷ്യൂ എന്ന് വെച്ചാൽ the tissue which lost their capacity for division. ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയ സെല്ലുകളുടെ കൂട്ടമാണെന്ത്? പെർമനന്റ് ടിഷ്യൂ. ഓക്കെ. സോ ഇവര് ഡിവൈഡ് ചെയ്യാൻ കഴിവില്ല, പകരം ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ ആണ് ചെയ്യുക. ഒരിക്കലും അവര് ഡിവൈഡ് ചെയ്യില്ല. അണ്ടർസ്റ്റുഡ്? മെരിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ ഫുൾ ടൈം എന്ത് ചെയ്തോണ്ടേ ഇരിക്കും? ഡിവൈഡ് ചെയ്തോണ്ടേ ഇരിക്കും. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷനില് കുറച്ച് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ഇത് എവിടെയാ കാണുക എന്ന അടിസ്ഥാനത്തില് we have 3 meristems. They are apical meristem, intercalary meristem and lateral meristem. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം ഓഫ് ഒറിജിൻ. എപ്പോഴാണ് ഇവർ ഉണ്ടാകുന്നത് അടിസ്ഥാനത്തിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. They are primary meristem and secondary meristem. പ്രൈമറി മെരിസ്റ്റം ഉണ്ട്, സെക്കൻഡറി മെരിസ്റ്റം ഉണ്ട്. ഓക്കെ. അപ്പം അപ്പൈക്കലിനെ ഇന്റർകാലറിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി മെരിസ്റ്റം, ലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെരിസ്റ്റം. അപ്പൊ എന്താണ് ഇവയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. എന്താണ് അപ്പൈക്കൽ മെരിസ്റ്റം? ഒരു റൂട്ട്, എനിക്കറിയാം റാഡിക്കൽ വലുതായിട്ടാണ് റൂട്ട് ഉണ്ടാവാറ് അല്ലെ. റൂട്ടിന്റെയും അതേപോലെ ഷൂട്ടിന്റെയും ഒക്കെ അപ്പെക്സിൽ കാണുന്ന അറ്റത്ത് കാണുന്ന മെരിസ്റ്റത്തിനാണ് എന്ത് വിളിക്കുക? അപ്പൈക്കൽ മെരിസ്റ്റം. അത് റൂട്ടിലാണെങ്കിൽ അവരെ റൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം റാം എന്നും, ഷൂട്ടിലാണെങ്കിൽ അവരെ ഷൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം സാം എന്നും വിളിക്കും. ഓക്കെ. സപ്പോസ് ഇത് ഷൂട്ട് അല്ലേ, അപ്പൊ ഷൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം, അപ്പൊ അപ്പെക്സിൽ കാണുന്നത്. ഓക്കെ. ഇനി ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വെച്ചാൽ, സോ ഈ അപ്പെക്സിൽ കുറെ ഇവിടെ അറ്റത്ത് കുറെ മെരിസ്റ്റം ഉണ്ടാവും. they are keep on dividing and form new cells. അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത സെല്ലുകൾ. ഓക്കെ. ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം ചില സെല്ലുകൾക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ they lost their capacity for division and they become permanent. അവരെന്താവും? പെർമനന്റ് ആവും. ഓക്കെ. സപ്പോസ് കുറെ സെല്ലുകൾ പെർമനന്റ് ആയി ഇനി അവരെന്തെങ്കിലും ഫംഗ്ഷനേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം ഏറ്റവും അറ്റത്ത് അപ്പൈക്കൽ മെരിസ്റ്റം ഉണ്ട്. ഇനി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ അപ്പൈക്കൽ മെരിസ്റ്റത്തിലുള്ള ഡിവൈഡ് ചെയ്യുന്ന കുറെ സെല്ലില്ലേ, ആ സെല്ലുകളിൽ ചില സെല്ലുകൾ കുറച്ച് ബാക്കോട്ട് പോയിട്ട് 2 സൈഡുകളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. And they are also surrounded by permanent cells. ഈ 2 സൈഡിലുള്ള ഈ മെരിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വിളിക്കുക. ഇന്റർകാലറി മെരിസ്റ്റം. സോ നമുക്കൊരു സ്റ്റെമ്മില് നിങ്ങൾക്കറിയാം, സ്റ്റെമ്മില് നോഡും ഉണ്ട് ഇന്റർനോഡും ഉണ്ട് അല്ലെ. നോഡും ഉണ്ട് ഇന്റർനോഡ് ഉണ്ട്. ഇതാണ് നോഡ്, ഇതാണ് ഇന്റർനോഡ്. ദിസ് ഇസ് നോഡ് ആൻഡ് ദിസ് ഇസ് ഇന്റർനോഡ്. റൈറ്റ്. സോ ഇന്റർനോഡിലും നോഡിലാണ് എന്ത് കാണാറ്? ലീഫ് ഒക്കെ കാണാറ്. അപ്പം ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് അപ്പൈക്കൽ മെരിസ്റ്റം ഉണ്ടാവുക. ഈ 2
ഇന്റർ നോഡില് അഥവാ നോഡിന്റെ ബേസിലാണ് ആരുണ്ടാവുക? ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ടാവുക. ഓക്കെ, യെസ്. സോ ഇന്റർ കാലറി മെരിസ്റ്റം ആണ് എവിടെ കാണുക? ലീഫിന്റെ ബേസിൽ കാണാം. മനസ്സിലാകുന്നുണ്ടോ? Okay, and the speciality of this intercalary meristem is they are usually absent in dicot plants. Dicot plants il intercalary meristem ഉണ്ടാവില്ല. ഓക്കെ, ഉണ്ടാവും. ആക്സിലറി ബഡിന്റെ ഫോമിൽ ഉണ്ടാവും, അത് നോക്കണ്ട. ഇവിടെ ജനറലി മോണോകോട്ട് പ്ലാന്റ്സിന്റെ താഴെ ലീഫിന്റെ അടിയിലാണ് ആരെ കാണാം? ഇന്റർകാലറി മെരിസ്റ്റത്തിനെ കാണാം. നിങ്ങൾക്ക് അറിയാം മോണോകോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫും തമ്മിലുള്ള വ്യത്യാസം. ഒരു പുല്ലിന്റെ ലീഫും ഒരു മാവിന്റെ ഇലയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാവിന്റെ ഇലയുടെ ചെറുതാണ് അല്ലെ, പുല്ലിന്റെ ഇലക്കോ നല്ല നീളം ഉണ്ടാവും. സോ മോണോകോട്ട് ലീഫിന് എപ്പോഴും മോണോകോട്ട് പ്ലാന്റ്സിന് കോക്കനട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഴ ആയിക്കോട്ടെ എല്ലാത്തിന്റെ ലീഫ് നല്ല നീളത്തിലുള്ളത്. കാരണം അവരുടെ ബേസിൽ ആരുണ്ട്? ഇന്റർകാലറി മെരിസ്റ്റം ഉണ്ട്. ഈ സാധനം ഡൈക്കോട്ട് ലീഫിന്റെ ബേസിൽ ഇല്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് മെരിസ്റ്റം is present in regenerate parts removed by grazing herbivores? സോ നമ്മൾ ഈ പശുക്കളൊക്കെ പുല്ലൊക്കെ തിന്നു കഴിഞ്ഞാല് ആ മുറിഞ്ഞ പുല്ലിന്റെ ഭാഗത്ത് നിന്ന് ആ പുല്ല് പുതിയൊരു പുല്ലായിട്ട് മാറും. പക്ഷെ ഡൈക്കോട്ട് ലീഫ് ആണെങ്കിൽ ഒരിക്കലും ആ പുല്ല് വലുതായിട്ട് ഒരു ആക്ച്വൽ പുല്ലാവും. ഇപ്പൊ മാവിന്റെ ഇലയാണെങ്കിൽ, മാവിന്റെ ഇലയാണ് പശു തിന്നെങ്കിൽ ആ മാവിന്റെ ഇല ഒരിക്കലും ഒരു എൻഡയർ ലീഫായിട്ട് മാറില്ല. പക്ഷെ പുല്ലിന്റെ ഇലയാണ് തിന്നെങ്കിൽ ആ പുല്ലിന്റെ ഇല പഴയതുപോലെ ആവുകയും ചെയ്യും. ഇങ്ങനെ ആവാൻ കാരണം മാവിന്റെ ഇല ഇസ് എ ഡൈക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫിന്റെ താഴെ ആരില്ല? ഇന്റർകാലറി മെരിസ്റ്റം ഇല്ല. പക്ഷെ മോണോകോട്ട് ലീഫിന്റെ താഴെ മെരിസ്റ്റം ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ലീഫിന് അത്രയും നീളം വെക്കാൻ കാരണം. സോ നമ്മുടെ ആൻസർ എന്താന്ന് പറഞ്ഞേ? ആൻസർ ഇസ് ഇന്റർകാലറി മെരിസ്റ്റം. ഓപ്ഷൻ എത്രയാ? ഓപ്ഷൻ സി. ഓക്കെ, next question is intrafascicular cambium is an example of intrafascicular cambium. So intercalary meristem പറഞ്ഞു. So apical meristem intercalary കൂടെ രണ്ടാളെ നമ്മൾ together known as primary meristem. Primary meristem എന്ന് വിളിക്കാൻ കാരണം ഇവര് ഒരു പ്ലാന്റിന്റെ പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ആക്ട് ചെയ്യുന്ന മെരിസ്റ്റം ആണ്. What do you mean by primary growth? ലെങ്ത് വയസ്സുള്ള ഗ്രോത്തിനെയാണ് എന്ത് വിളിക്കുക? പ്രൈമറി ഗ്രോത്ത്. ഇപ്പൊ ഒരു പ്ലാന്റ് ഉണ്ടായ ഉടനെ അവരൊരിക്കലും നേരെ ഉണ്ടായ ഉടനെ വീതിയല്ല കൂടുക. ആദ്യം നീളം കൂടി പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് വീതി കൂടാൻ തുടങ്ങുക. സോ നീളം കൂടുന്ന ഗ്രോത്തിനെയാണ് എന്ത് വിളിക്കുക? പ്രൈമറി ഗ്രോത്ത്. വീതി കൂടുന്ന ഗ്രോത്തിനെ എന്ത് വിളിക്കും? സെക്കൻഡറി ഗ്രോത്ത്. ഓക്കെ, അപ്പൊ ആദ്യം നടക്കുന്ന ഗ്രോത്ത് പ്രൈമറി ഗ്രോത്ത്. ആ ടൈമിൽ ആക്ട് ചെയ്യുന്ന മെരിസ്റ്റംസ് ആണ് primary meristem. The examples are apical and intercalary. Lateral meristem എപ്പോഴാ ആക്ട് ചെയ്യുക? കുറെ കാലം കഴിഞ്ഞിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ എല്ലാ പ്ലാന്റ്സിനും ലാറ്ററൽ മെരിസ്റ്റം ഉണ്ടാവണം നിർബന്ധമില്ല. എല്ലാ പ്ലാന്റ്സും വീതി കൂടോ? ഇല്ല. പിന്നെ ചെറിയ ഇപ്പൊ പുല്ല് മോണോകോട്ട് പ്ലാന്റ്സ് ഒന്നും വീതി എന്താകത്തില്ല, കൂടൂല. ഓക്കെ, ഡൈക്കോട്ട് പ്ലാന്റ്സിനാണ് വീതി കൂടുക അല്ലെ? യെസ്. അപ്പം ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. സോ ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾസ്. ലാറ്ററൽ മെരിസ്റ്റം ഇസ് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റത്തിന് എക്സാമ്പിൾ രണ്ട് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോർക്ക് കാമ്പിയോ ആൻഡ് ഫെസിക്കുലാർ കാമ്പിയോ. കോർക്ക് കാമ്പിയം ആൻഡ് വാസ്കുലാർ കാമ്പിയം. വാസ്കുലാർ കാമ്പിയം എന്നും പറയും, ഫെസിക്കുലാർ കാമ്പിയം എന്നും പറയും കേട്ടോ. വാസ്കുലാർ കാമ്പിയം രണ്ട് ടൈപ്പ് ഉണ്ട്, അഥവാ ഫെസിക്കുലാർ കാമ്പിയം. Fascicular cambium is of two types. Interfascicular cambium ഉണ്ട്, intrafascicular cambium ഉണ്ട്. Interfascicular cambium ഉണ്ട്, intrafascicular cambium ഉണ്ട്. Okay. So ഇവര് രണ്ട് ടൈപ്പ് ഓഫ് കാമ്പിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? വിത്ത് വൈസ് കൂട്ടലാണ് ഇവരുടെ ജോലി. ഓക്കെ, ഇനി ഇൻട്രാഫെസിക്കുലർ
ഇന്റർവെസിക്കുലാർ കാമ്പിയം എപ്പോഴും കാണും. എന്ന് വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പ്ലാന്റ് ജനിച്ച ഉടനെ അവരെന്ത് കാണിക്കത്തില്ല, സെക്കൻഡറി ഗ്രോത്ത് കാണിക്കില്ല. നിങ്ങള് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഒക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ പണ്ട്? ഇതാണ് ഫ്ലോയം, ഇതാണ് സൈലം. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ഇതാണ് ആര്? കാമ്പിയം ആണല്ലോ, കാമ്പിയം. ഇതിന്റെ രണ്ട് ഈ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിലുള്ള ഈ കാമ്പിയത്തിനാണ് നമ്മൾ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്ന് പറയാം. എന്താ വിളിക്കാം? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. അപ്പൊ ഒരു പ്ലാന്റ് ജനിച്ച ഉടനെ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം അവർക്ക് ഉണ്ടാവും. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, ആൻജിയോസ്പേമിന്റെ കാര്യം പറയുന്നത്. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം അവർക്ക് ഉണ്ടാവും. സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വേറെ കാമ്പിയം ഉണ്ടാവും. അതിന്റെ പേരാണ് എന്ത്? ഇന്റർഫെസിക്കുലാർ കാമ്പിയം. അപ്പൊ അതെന്താണ് നമ്മള് സെക്കൻഡറി ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയി പറയാം. എന്നിരുന്നാലും രണ്ടുപേരുടെയും ജോലി എന്ത് കൂട്ടുക എന്നുള്ളതാണ്, വിത്ത് കൂട്ടുക എന്നുള്ളത്. പക്ഷെ ഇതിൽ ആദ്യം ആരാ ഉണ്ടാവുക? ഇൻട്രയാണ് ഉണ്ടാവുക. ഓക്കെ, ഇന്റർ എപ്പോ മാത്രമേ വരുള്ളൂ? ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്. പ്രൈമറി ഗ്രോത്തിന് സമയത്ത് ആരാ വർക്ക് ചെയ്യുക? ഇൻട്രയാണ്. സോ ഇതിൽ ആരാ സെക്കൻഡറി ഒറിജിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇന്റർ ആണോ ഇൻട്രയാണോ? ഇന്റർ ആണ് കേട്ടോ. സോ ഫെസിക്കുലാർ എന്ന് വെച്ചാൽ അതിൽ ഇന്ററും വരും ഇൻട്രായും വരും. എപ്പോഴും ജനിച്ച ഉടനെ കാണുന്ന ആളാണ് ഇൻട്ര. ലേറ്റർ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് മാത്രം വരുന്ന ആളാണ് ഇന്റർഫെസിക്കുലാർ കാമ്പിയം. മനസ്സിലായോ? സോ കാമ്പിയം എന്ന് വെച്ചാൽ എന്തുവാ? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലാറ്ററൽ മെരിസ്റ്റം. So intrafascicular cambium is an example of promeristem, primary meristem, plate meristem. Answer is the secondary meristem. Among the following, pick out the secondary meristem. Co-cambium ഉണ്ട്, secondary നമുക്കറിയാം അല്ലെ. Fascicular cambium secondary ആണ്. Fascicular cambium എന്ന് വെച്ചാൽ രണ്ടുപേരല്ലേ, ഇന്ററും ഇൻട്രായും. പിന്നെ ഓപ്ഷൻ തന്നിരിക്കുന്ന ഇന്റർഫെസിക്കുലാർ കാമ്പിയം. അപ്പൊ ഏതായിരിക്കും ആൻസർ? എ ആൻഡ് ബി ആണോ, എ ആൻഡ് സി ആണോ? എ ആൻഡ് സി ആയിരിക്കും. കാരണം ഫെസിക്കുലാർ കാമ്പിയം രണ്ടെണ്ണം ഉണ്ട്, ഇൻട്രായും ഇന്ററും. ഇന്റർ ആദ്യം ഉണ്ട്, ഇന്റർ ആണ് സെക്കൻഡറിയിൽ വരുന്നത്. അപ്പം ആൻസർ ഇസ് എ ആൻഡ് സി. ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ പൊസിഷൻ, എക്സാമ്പിൾസ് ഓഫ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? ഫെസിക്കുലാർ കാമ്പിയം എക്സാമ്പിൾ ആണ്, കോ കാമ്പിയം എക്സാമ്പിൾ ആണ്, ഇന്റർഫെസിക്കുലാർ. ഓപ്ഷൻ ഇസ് ഡി, ഓൾ ഓഫ് ദി above. അടുത്തത്, during the formation of primary plant body, specific regions of the apical meristems produce. ഓക്കെ, അതിനെ അടുത്ത വരുന്നതാണ്. അപ്പം അത്രയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. Next is permanent tissue. Permanent tissue is, നിങ്ങൾക്കറിയാം, it consists of cells which lost their capacity for division and they perform specific function. Right? So permanent tissues are divided again into two. They are simple permanent tissue and complex permanent tissue. Simple permanent tissue ഉണ്ട്, complex permanent tissue ഉണ്ട്. Simple permanent tissue എന്ന് വെച്ചാൽ they are made up of one type of cell. They are made up of one type of cell. ഒറ്റ സെല്ല് കൊണ്ട്, ഒരു ടൈപ്പ് ഓഫ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയ ടിഷ്യൂനെയാണ് എന്ത് വിളിക്കുക? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. കോംപ്ലക്സ് എന്ന് വെച്ചാൽ made up of more than one type of cell. Okay. So simple permanent tissue നമുക്ക് രണ്ട് എക്സാമ്പിളാ പഠിക്കാനല്ല. എപ്പിഡെർമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ. എപ്പിഡെർമൽ ടിഷ്യൂ ഉണ്ട്, ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ട്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂല് ഒറ്റൊന്നാണ് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് വാസ്കുലാർ ടിഷ്യൂ. Vascular tissue. Okay, so ground tissue is again divided into three. They are
parenchyma, collenchyma, and sclerenchyma. Parenchyma, collenchyma, and sclerenchyma. Vascular tissues are two types: xylem and phloem. So this is the classification. Okay. ഇനി എപ്പിഡാമൽ ടിഷ്യൂല് 3 ആൾക്കാരാണുള്ളത്. They are epidermis, stomata, and epidermal appendix. Epidermal tissue ഇത് 3 ആൾക്കാരാണ്: epidermis, stomata, and epidermal appendages. Epidermal appendages are two types: trichomes and root hairs. Trichomes and root hairs. ഇതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? ടിഷ്യൂസ്: മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. Permanent tissue, simple permanent tissue and complex permanent tissue. Simple എന്ന് വെച്ചാൽ made up of one type of cell. Complex എന്ന് വെച്ചാൽ more than one type of cell. Simple രണ്ടെണ്ണം: epidermal tissue, ground tissue, മറ്റേത് vascular tissue. Suppose ഇതാണ് ഒരു പ്ലാന്റ് ബോഡി എങ്കിൽ ഒരു സ്റ്റെം ആണ് സങ്കല്പിക്കുക. അപ്പം എന്റെ ഇതൊരു സ്റ്റെം ആണെങ്കിൽ എനിക്ക് ഏറ്റവും പുറത്ത് എന്താ കാണാൻ പറ്റുന്നത്? എന്റെ സ്കിന്ന് കാണാം. സ്കിന്നിൽ ഹെയർസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു പോസ് ഉണ്ട്, റൈറ്റ്? ഇവരെയാണ് നമ്മൾ എപ്പിഡാമൽ ടിഷ്യൂ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? എപ്പിഡാമൽ ടിഷ്യൂ. അപ്പൊ ഒരു പ്ലാന്റ് ബോഡിയുടെ ഏറ്റവും പുറത്ത് കാണുന്ന സ്ട്രക്ചേഴ്സ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി ഇതിന്റെ ഉള്ളില് 2 പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 പൈപ്പുകളാണ് എന്റെ ബോഡിയിൽ ഫുഡും വെള്ളവും ഒക്കെ എത്തിക്കുന്നത്. ദിസ് 2 പൈപ്പുകൾ ചേർന്നതാണ് എന്ത്? വാസ്കുലാർ ടിഷ്യൂ. എന്താ വിളിക്കുക? വാസ്കുലാർ ടിഷ്യൂ. ദാറ്റ് മീൻസ് xylem and phloem. സോ ഈ 2 പൈപ്പുകളുടെ ഇടയിൽ കുറെ സ്പേസ് ഉണ്ടാവും. ഈ പൈപ്പുകളും നമ്മുടെ ഈ എന്റെ കൈയിന്റെ ഇടയിലും ഒക്കെ അവിടെ എവിടെയൊക്കെ കുറെ സ്പേസുകളില്ലേ, ആ സ്പേസ് ഫില്ല് ചെയ്ത ടിഷ്യൂ ആണ് ഗ്രൗണ്ട് ടിഷ്യൂ. മനസ്സിലാവുന്നുണ്ടോ? മെയിൻ ആയിട്ട് 3 ടിഷ്യൂസ് ആണുള്ളത്: എപ്പിഡാമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ, ആൻഡ് വാസ്കുലർ ടിഷ്യൂ. ഓക്കെ, മെയിൻ പെർമനന്റ് ടിഷ്യൂസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. During the formation of primary plant body, specific regions of apical meristem. Apical meristem എന്തൊക്കെ ടിഷ്യൂസ് ഉണ്ടാക്കുകയാണ്? മെരിസ്റ്റം ആണ് എല്ലാ ടിഷ്യൂസിനെ ഉണ്ടാക്കുന്നത്, അല്ലെ? ഡെർമൽ ടിഷ്യൂ, എപ്പിഡെർമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ, ആൻഡ് വാസ്കുലർ ടിഷ്യൂ. ഓൾ ഓഫ് ദി എബവ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഇതില് നിങ്ങൾക്കറിയാം 3 ഗ്രൗണ്ട് ടിഷ്യൂസ് അല്ലേ? പാരൻകൈമയും കോളൻകൈമയും സ്ക്ലിയറൻകൈമയും. പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലിയറൻകൈമ. ആ ടിഷ്യൂസിനെ പറ്റി നോക്കാം. ഒരുവിധം പ്ലാന്റിന്റെ ഫുൾ മേജർ പ്ലാന്റ് ബോഡി മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരുവിധം മെജോറിറ്റി ഓഫ് പോർഷൻ ഓഫ് എ പ്ലാന്റ് ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് പാരൻകൈമ ടിഷ്യൂ. ഓക്കെ, സോ മേജർ പ്ലാന്റ് ബോഡി. ഓക്കെ, മേജർ ഓർഗൻസിലൊക്കെ കാണുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരാളാണ് ആര്? പാരൻകൈമ. കോളൻകൈമ അങ്ങനെ എല്ലായിടത്തൊന്നുമില്ല. ഓക്കെ, അവര് മെയിൻ ആയിട്ട് കാണാൻ 3-4 സ്ഥലമാണ്. ഒന്ന് പിച്ചിയോൾ ഓഫ് ലീഫ്, പിച്ചിയോൾ ഓഫ് ലീഫ്, പിന്നെ ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിന്റെ അടിയിൽ കാണുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ്. പിന്നെ യങ് സ്റ്റം, ഇവിടെയൊക്കെ കാണുന്നവരാണ് കോളൻകൈമ. ഓക്കെ, സ്ക്ലിയറൻകൈമ 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് സ്ക്ലിയറൻകൈമ. ഫൈബേഴ്സ് ആൻഡ്
sclerites. Fibers and sclerites. Fibers എവിടെ കാണാന്ന് വെച്ചാൽ xylem ഫൈബേഴ്സും phloem ഫൈബേഴ്സും. ഓക്കെ, xylem ഫൈബേഴ്സ് ആൻഡ് xylem ഫ്ലോയത്തിനൊക്കെ സ്ട്രെങ്ത് കൊടുക്കുന്ന സാധനമാണ് ഫൈബേഴ്സ്. അപ്പൊ xylem ഫൈബേഴ്സും phloem ഫൈബേഴ്സും എക്സാമ്പിൾ. സ്ക്ലറൈറ്റ്സ് എവിടെയൊക്കെ കാണാന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ സപ്പോർട്ടൊക്കെ തിന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു തരി വരി പോലെ സാധനം കഴിക്കാറുണ്ടോ? പേരൊക്കെയും സപ്പോർട്ടും പിയറൊക്കെ കഴിക്കുമ്പോൾ അതിനെയാണ് സ്ക്ലറൈറ്റ്സ് എന്ന് പറയാം. ആ റൗണ്ട് ആയിട്ടുള്ള ഒരു സാധനല്ലേ. ഇത് എവിടെയൊക്കെ കാണാം? ടീ ലീവ്സിൽ കാണാം. പൾപ്പ് ഓഫ് സപ്പോർട്ട, പിയർ, ഗുവ എക്സെട്ര. സോ അതിലൊക്കെ കാണാം തരി പോലത്തെ. അതിനെയാണ് എന്ത് വിളിക്കുക? സ്ക്ലറൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലൊക്കേഷൻ. ഇനി പാരങ്കൈമ. പാരങ്കൈമ എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പ് സെൽസ് ആണ്. ഇന്റർസെല്ലുലാർ സ്പേസസ് ചിലതിലുണ്ടാവും, ചിലതിൽ ഉണ്ടാവാറില്ല. Cell wall is made up of cellulose. Cell wall is made up of cellulose. Okay, so shape എന്ന് വെച്ചാൽ ഐസോഡയമെട്രിക് ഷേപ്പ് എന്ന് പറയാം. റൗണ്ട് ആവാം, ഓവൽ ആവാം, പിന്നെ പോളിഗണൽ, അങ്ങനെ വെറൈറ്റി ഓഫ് ഷേപ്പിൽ കാണാം. ഇവര് ഏകദേശം ഷേപ്പ് ഒക്കെ ഒന്ന് തന്നെ. പക്ഷെ കോളങ്കൈമയുടെ ഒരു പ്രത്യേകത, there is deposition at the corners. സെല്ലുകളുടെ കോർണേഴ്സിൽ ഡെപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, സോ സെൽ വാളില് കുറച്ച് ഡെപ്പോസിഷൻ ഉണ്ട്. ഡെപ്പോസിഷൻ ഓഫ് എന്തുവാ? സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഈ സബ്സ്റ്റൻസിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. ഓക്കെ, യെസ്. ഇനി സ്ക്ലെറോഡെർമ ആണെങ്കിൽ ഫൈബേഴ്സിനെ കാണാൻ എങ്ങനെയുണ്ടാവും? ഏകദേശം ഉണ്ടാവും. ഇവിടെ സെൽവാളിന് ചുറ്റുമുള്ള ഈ ഒരു സബ്സ്റ്റൻസിലെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു ഐറ്റാണത്. ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ലിഗ്നിൻ. എന്താ വിളിക്കുക? ലിഗ്നിൻ. Cell wall is lignified. Whether it is fibers or sclerites, cell wall is lignified. So this is sclerites. വട്ടത്തിലുള്ള സെല്ലാണ്. ആൻഡ് ഇതിന്റെ ഇടയിൽ കുഞ്ഞി ഓട്ട ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിറ്റ്സ്. വിളിക്കാം പിറ്റ്സ്. ചെറിയൊരു പെർഫറേഷൻ പോലെയുണ്ട്, അതാണ് എന്ത് വിളിക്കാം? പിറ്റ്സ്. ചിലതിൽ ചെറിയ കുറച്ച് പിറ്റ്സ് ആണ്. ചില സ്ക്ലെറോഡെർമ സെൽസിൽ ന്യൂമറസ് പിറ്റ്സ് കാണാം. അപ്പൊ നോക്കിക്കേ, ഇതിൽ ഏതൊക്കെയാണ് ലിവിങ് സെൽ, ഏതൊക്കെയാണ് ഡെഡ് സെൽ? ദിസ് ഈസ് ലിവിങ് സെൽ. എന്താണ് ലിവിങ് ആണെന്ന് പറയാൻ കാരണം? ഇത് ലിവിങ് ആണ് ടിഷ്യൂ എന്ന് പറയാൻ കാരണം എന്താ? ഇതിലൂടെ ഒരു സെല്ല് ലിവിങ് ആവുക എപ്പോഴാ? അതിൽ മര്യാദക്ക് ട്രാൻസ്പോർട്ട്, ഫുഡും വെള്ളവും ഒക്കെ എത്തിയാലാണ് ഒരു ലിവിങ് ആവുക. ഇവിടെ ഫുഡും വെള്ളം എത്തുന്നതിനൊന്നും കുഴപ്പമില്ല. ബിക്കോസ് എന്താ പറയാ, സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. വേറെ ഒരു തിക് സബ്സ്റ്റൻസ് ഒന്നും ഇല്ല. അതൊന്നും മര്യാദക്ക് ട്രാൻസ്പോർട്ട് നടന്നോളൂ. സോ ദേ ആർ ലിവിങ്. ഇപ്പഴത്താണെങ്കിൽ ലിവിങ് തന്നെയാണ്. കാരണം ട്രാൻസ്പോർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ കോർണേഴ്സിൽ മാത്രമല്ലേ ഡെപ്പോസിഷൻ ഉള്ളൂ. എന്നിരുന്നാൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ദേ ആർ ഓൾസോ ലിവിങ്. പക്ഷെ ഇവിടെ വേണ്ടോ നിങ്ങള് വെറും പിറ്റ്സ് എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്പേസ് ആയുള്ളൂ. അതിലൂടെ ട്രാൻസ്പോർട്ട് മര്യാദക്ക് നടക്കൂല. സോ ദ സെൽസ് ആർ ഡെഡ്. വെദർ ഇറ്റ് ഈസ് സ്ക്ലെറേറ്റ്സ് ഓർ ഫൈബേഴ്സ്, അവർ ഡെഡ് ആണ്. സോ ഡെഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഭയങ്കര സ്ട്രെങ്ത് ഉള്ളവരാണ് ആര്? സ്ക്ലെറോഡെർമ ടിഷ്യൂ. So their function is mechanical support. They provide mechanical support. ഇവരും മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ മറ്റവരുടെ അത്രയില്ല. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെയാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. കോളങ്കൈമയുടെ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി. അതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആയ പാർട്സ് കാണുന്നത്. പിച്യൂൾ ഓഫ് ലീഫ് ഒക്കെ ഫ്ലെക്സിബിൾ അല്ലേ? ഇങ്ങനെ ഇപ്പൊ നമ്മൾ നല്ലൊരു കാറ്റടിച്ചാൽ ലീഫ് അങ്ങ് ഒടിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. കാരണം പിച്യൂൾ ഇസ് വെരി ഫ്ലെക്സിബിൾ. അതേപോലെ യങ് സ്റ്റെം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കോളങ്കൈമ. ഇനി പാരങ്കൈമയുടെ ഫംഗ്ഷൻ ഇസ് മെയിൻലി 3 functions are the photosynthesis, storage and secretion. Photosynthesis,
storage and secretion. So these are the main important differences between parenchyma, collenchyma and sclerenchyma. Okay, ഇനി നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു. Within a plant organ, the major tissue is ഏതാണോ parenchyma അല്ലേ. Collenchyma consists of cells which are much thickened at the corners due to the deposition of cellulose, hemicellulose and pectin. So answer is D. The hypodermis of young dicot stem usually consists of hypodermis il aarayirunno ara collenchyma, right. Sclerenchyma tissue consists of lignified cell wall alla. Sclerenchyma lignified cell wall aanu and few or numerous pits. പിറ്റ്സ് ഇവർക്കുണ്ടോ? ഇവർക്ക് രണ്ടുപേർക്ക് എന്തില്ല? പിറ്റ്സ് ഇല്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു പാരൻകൈമ സെല്ല് വേറൊരു പാരൻകൈമ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ പ്ലാസ്മോഡസ്മാറ്റയാണ്. പ്ലാസ്മോഡസ്മാറ്റിനെ പറ്റി പഠിച്ചല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയാ? പിറ്റ്സ് കേട്ടോ. സോ ആൻസർ ഇസ് എ ആൻഡ് സി. ഗ്രിറ്റി നാച്ചർ ഓഫ് പിയർ ഇസ് ഡ്യൂ ടു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആ തരി പോലത്തെ ആ ഗ്രിറ്റി നാച്ചർ കൊടുക്കുന്ന ആരാ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്ക്ലറേറ്റ്സ്. Sclerates. Now match the following നോക്കിക്കേ. Leaves of tea. Tea leaves ൽ കാണുന്ന ആരാ? Sclerates. So 1 D ആയിട്ട് മാച്ച് അല്ലേ. 2 petiole of leaf ആരാ? Collenchyma. 2 E. 3 secretion. Photosynthesis, storage and secretion. Secretion is parenchyma. Flower D ആണോ C ആണോ എന്നാണ് ഡൗട്ട്. അയ്യോ വെയിറ്റ്, D ആണോ? ഫ്ലവർ എവിടുന്നാ വരുന്നത്? ആക്സിലറി ബഡ് അല്ല. ആക്സിലറി ബഡ് വലുതായിട്ടാണ് ഫ്ലവർ ആവുക. സോ 4B. ഇനി വുഡി ആക്സിസ് ബാക്കി ഏതാണുള്ള? ലാറ്ററൽ മെരിസ്റ്റം. അപ്പൊ ലാറ്ററൽ മെരിസ്റ്റം ആണ് എന്ത് കൊടുക്കുന്നത്? വിത്ത് വൈസ് ഗ്രോത്ത് നടക്കുന്നത് അല്ലെ. സോ വിത്ത് വൈസ് ഗ്രോ ചെയ്താലാണ് വുഡ് നല്ല സ്ട്രോങ് ആയിട്ട് വരിക. അപ്പൊ ആൻസർ സി. അപ്പൊ ഇതിൽ ഏതാ മാച്ചിങ്? സി ആണോ? യെസ്, സി. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഇയാളെ പറ്റി പഠിക്കാനുള്ളത്. ഗ്രൗണ്ട് ടിഷ്യൂ. അടുത്തതാരാ? എപ്പിഡാമൽ ടിഷ്യൂ ഉണ്ട്, പിന്നെ നമ്മുടെ വാസ്കുലർ ടിഷ്യൂ ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ ഇസ് എപ്പിഡാമൽ ടിഷ്യൂ. എപ്പിഡാമൽ ടിഷ്യൂല് ഞാൻ പറഞ്ഞു 3 മെമ്പേഴ്സ് ആണുള്ളത്. എപ്പിഡെർമിസ് ഉണ്ട്, പിന്നെ ആരായിരുന്നു? സ്ട്രമാറ്റ ഉണ്ട്, പിന്നെ എപ്പിഡാമൽ ഹെയർസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിപ്പോ ഒരു എപ്പിഡാമൽ ടിഷ്യൂ. എപ്പോഴും നിങ്ങൾ ഏറ്റവും അറ്റത്ത് കാണുന്ന ടിഷ്യൂ ആണ് ഇത്, എപ്പിഡാമൽ ടിഷ്യൂ. ഒരു പ്ലാന്റിന്റെ ഏറ്റവും അറ്റത്ത് നോക്കിയാൽ ആദ്യം നമ്മൾ ഇങ്ങനെ എപ്പോഴും വരയ്ക്കാറ്. ഓർമ്മേണ്ട, ഈ സെല്ലിനാണ് നമ്മൾ എപ്പിഡാമൽ സെൽസ് എന്ന് വിളിക്കുക. എപ്പിഡാമൽ സെൽസ്. ഓക്കെ, ഇതിനെ കവർ ചെയ്തിട്ട് കാണപ്പെടുന്ന ലെയറിനെ, വാക്സി ലെയറിനെയാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയാ. ക്യൂട്ടിക്കിൾ എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് വാട്ടർ ലോസ് തടയാൻ വേണ്ടിട്ട്. ഇനി ഇതിന്റെ മുകളിൽ ചെറിയ ചെറിയ എക്സ്റ്റൻഷൻസ് കാണാം. ദേ ആർ എപ്പിഡാമൽ അപ്പൻഡേജസ്. എപ്പിഡാമൽ അപ്പൻഡേജസ് 2 എണ്ണം ഉണ്ട്. ട്രൈക്കോംസും ഉണ്ട്. ചിലരില് ട്രൈക്കോംസ് ആയിരിക്കും, ചിലരില് റൂട്ട് ഹെയർസ് ആയിരിക്കും. ട്രൈക്കോം ഉണ്ട്, റൂട്ട് ഹെയർ ഉണ്ട്. റൂട്ട് ഹെയറും ട്രൈക്കോമും തമ്മിൽ വ്യത്യാസം, റൂട്ട് ഹെയറും പേര് തന്നെ ഉണ്ട്. എവിടെയാ കാണാം? റൂട്ടിലാണ് കാണാം. ട്രൈക്കോം കാണാം എവിടെയാ? സ്റ്റെമ്മിൽ. ട്രൈക്കോം സ്റ്റെമ്മിൽ. അപ്പൊ സ്റ്റെമ്മിൽ കാണുന്ന കുഞ്ഞി ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇല്ലേ, അതാണ് എന്ത്? ട്രൈക്കോം. റൂട്ട് ഹെയറിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് റൂട്ട് ഹെയർ. റൂട്ട് കാണുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റൂട്ട് ഹെയർ. റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം. എന്തിനു വേണ്ടിട്ടാ? ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം
soil. That is the function of trichome. Trichome രണ്ട് functions are ഉള്ളത്. ഒന്ന്, they prevent water loss. Prevent water loss. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ they are secretory. കുറെ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും അവർക്കുണ്ട്. റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ എന്താ? അബ്സോർപ്ഷൻ ഓഫ് water and minerals from soil. Okay. ഇനി അടുത്ത പോയിന്റ്, root hair unicellular ആണ്. root hair is unicellular. ഇതോ യൂണി ആവാം മൾട്ടി ആവാം. യൂണി അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ കേട്ടോ. ട്രൈക്കോം is മൾട്ടി സെല്ലുലാർ. ഇനി എന്താ വ്യത്യാസം? അതേപോലെ ട്രൈക്കോം ബ്രാഞ്ചഡ് ആവാം, അൺബ്രാഞ്ചഡ് ആവാം, സോഫ്റ്റ് ആവാം, സ്റ്റിഫ് ആവാം, അങ്ങനെ കുറെ ടൈപ്പിൽ ട്രൈക്കോം കാണാം. പക്ഷെ റൂട്ട് ഹെയർ എന്ന് വെച്ചാൽ വളരെ നേർത്ത കുഞ്ഞി ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റൂട്ട് ഹെയർ. അപ്പൊ അതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. അപ്പം എപ്പിഡെർമൽ സെൽസ് ആയി. രണ്ടാമത്തെ എപ്പിഡെർമൽ അപ്പൻഡേജ്. മൂന്നാമത്തെ ആരായിരുന്നു? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ അറിയാലോ? ബീൻ ഷേപ്ഡ് സെൽ അല്ലെ, അല്ലെങ്കിൽ കിഡ്നി ഷേപ്ഡ് സെൽ വിളിക്കുന്ന പേരാണ് ഗോഡ് സെൽ. സോ ദിസ് ഈസ് ഗോഡ് സെൽ. രണ്ട് ഗോഡ് സെൽ ഉണ്ട്. ഗോഡ് സെല്ലിന്റെ കവർ ചെയ്തിരിക്കുന്ന ഈ സെല്ലിനെ വിളിക്കുന്ന നമ്മള് സബ്സിഡറി സെൽ. അപ്പൊ കുറെ പഠിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എഴുതി പോകുന്നത്. ഇനി നടുവിലൊരു കുഞ്ഞു ഓട്ട കാണാലോ. ഇതിനെന്ത് വിളിക്കും? സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. സ്റ്റൊമാറ്റൽ പോർ അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഇതിലൂടെയാണ് വെള്ളം പോവും. അതേപോലെ ഗ്യാസസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുക. ഈ മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. എന്താ വിളിക്കുക? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ആരൊക്കെ പെടും? ഗോഡ് സെൽ പ്ലസ് subsidiary cell plus stomatal aperture together known as stomatal apparatus. Okay, so this is the structure of stomata in dicot plants. In monocot plants, the only difference is God cell is in dumbbell shape. Okay, God cells have dumbbell shape. That is the only difference between dicot and monocot stomata. Okay, the rest of the things are same. Here it is guard cell and this is subsidiary cell and center stomatal aperture, that is known as stomatal apparatus. Okay, and inside this guard cell, chloroplasts are seen and cellulose microfibrils are seen. Okay, cellulose microfibrils helps in opening and closing of stomata. Okay, similarly here also cellulose microfibrils and chloroplast. What is the function of chloroplast? Chloroplast helps in photosynthesis. Okay, so chloroplast is present in guard cell. Understood? Okay. So that is stomata. So epidermal tissue consists of three types of cells or three types ഉണ്ട്. അതിൽ ആരൊക്കെ മെയിൻ ആയിട്ട്? എപ്പിഡെർമിസ് അല്ലേ? ഇതാണ് ഈ ഒരു ലെയർ ആണ്. ഇത് എപ്പിഡെർമിസ് സിംഗിൾ ലെയർഡ് ആണ്. ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ദിസ് ഈസ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസിന്റെ മുകളിൽ എപ്പിഡെർമൽ അപ്പൻഡേജസ്. അത് റൂട്ടിലാണെങ്കിൽ അവർ റൂട്ട് ഹെയർ എന്നും സ്റ്റെമ്മിലാണെങ്കിൽ ട്രൈക്കോം എന്ന് വിളിക്കും. അപ്പൊ രണ്ടുപേരുടെ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസ് ആണ്. റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. സ്റ്റെമ്മിൽ ട്രൈക്കോമിന്റെ ഫംഗ്ഷൻ ദേ പ്രിവെന്റ് വാട്ടർ ലോസ്. ദേ ആർ സെക്രീറ്ററി ഇൻ നാച്ചർ. ഓക്കെ, അപ്പൊ അത്രയാണ് എപ്പിഡെർമൽ ടിഷ്യൂവിനെ പറ്റി പറയാനുള്ളത്. The next tissue is vascular tissue. So vascular tissue ആരൊക്കെയുള്ളത്? സൈലവും ഫ്ലോയും അല്ല, സൈലം ആൻഡ് ഫ്ലോയം. First one, xylem. What is the function of xylem? Yeah, xylem helps in the transport of water. Is the xylem transport unidirectional ആണോ multidirectional ആണോ? It is unidirectional. അപ്പോൾ റൂട്ടിൽ നിന്നാണ് വെള്ളം മുകളിലോട്ട് പോവുക അല്ലെ, അല്ലാതെ മുകളിൽ നിന്നായിട്ടാണ് പോവുക അല്ല. എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മുകളിലോട്ടേക്ക് മാത്രമേ പോകത്തുള്ളൂ. സോ ട്രാൻസ്പോർട്ട് is unidirectional.
So xylem is an example of complex permanent tissue, right? So complex permanent tissue is just made up of more than one type of cell. Okay, so xylem is made up of 4 type of cells. They are vessels, tracheids, xylem, parenchyma, xylem fibers, and xylem parenchyma. So these are the 4 major types of cells present in xylem. In this 4 types of cell, first 3 are dead. ഒരു സെല്ല് എപ്പോഴാണ് ഡെഡ് എന്ന് പറയാ? ട്രാൻസ്പോർട്ട് നടക്കാത്തപ്പോ. ട്രാൻസ്പോർട്ട് നടക്കാത്തതിന് കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ലിഗ്നിഫൈഡ് സെൽ വാൾ. അപ്പൊ ഇവര് 3 പേരിലും എന്തുണ്ട്? ലിഗ്നിഫൈഡ് സെൽ വാൾ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഡെഡ് ആയത്. പക്ഷെ പാരൻകൈമ ലിവിംഗ് സെൽ അല്ലായിരുന്നു. അപ്പൊ സൈലം പാരൻകൈമ ലിവിംഗ്, ബാക്കി 3 പേരും ഡെഡ് ആണ്. ഓർമ്മിക്കാൻ പാടൊന്നുമില്ല. സൈലം എക്സ് ഡെഡ്, മീനിങ് ക്രോസ് എന്നൊക്കെ വെച്ച് ഡെഡ് എന്നൊക്കെ അല്ലേ അർത്ഥം. അപ്പൊ മെജോറിറ്റി ഓഫ് സെൽസ് ഇൻ സൈലം ആർ ഡെഡ് എക്സെപ്റ്റ് സൈലം പാരൻകൈമ. ഇനി ഫ്ലോയത്തിൽ നോക്കുവാണെങ്കിൽ നേരെ തിരിച്ച. ഫ്ലോയത്തിൽ 4 മെമ്പേഴ്സ് ആണ് ഉള്ളത്. seed tube or seed cell, companion cell or albuminous cell, പിന്നെ phloem, parenchyma, phloem, fibers. So parenchyma and fibers are common in both xylem and phloem. കേട്ടോ, ഇതിൽ xylem fiber എന്ന് വിളിക്കും, അതിൽ phloem fiber. ഇതിൽ xylem parenchyma, അവിടെ phloem parenchyma. ഇതില് നിങ്ങൾക്കറിയാം ഫൈബേഴ്സ് ഏതിലാണ് പഠിച്ചത് നമ്മള്? സ്ക്ലെറൻകൈമ അല്ലേ? സ്ക്ലെറൻകൈമ 2 എണ്ണം, സ്ക്ലെറൈഡ്സും ഫൈബേഴ്സും. അപ്പൊ ഇവരെന്താ? ഡെഡ് ആണ്. ഇവരോ? പാരൻകൈമ is living. They are also living. അപ്പം ഇവിടെ 3 പേരും ലിവിംഗ് ആണ്. 3 പേരും ലിവിംഗ് ആണ്. ഒരാൾ മാത്രമേ എന്തുള്ളൂ? ഡെഡ് ഉള്ളൂ. So most of the cells in phloem are living except phloem fibers. Here most of the cells in xylem are dead except xylem parenchyma. മറന്നു പോയത്. ഓക്കെ, അപ്പൊ ഫ്ലോയത്തിലെ മെജോറിറ്റി ഓഫ് സെൽ ലിവിംഗ് ആണ്, സൈലത്തിലെ മെജോറിറ്റി ഓഫ് സെൽ ഡെഡ് ആണ്. ഓക്കെ, ഓക്കെ നമുക്ക് മക്കളെ ഈ വെസൽസും ട്രക്കീഡ്സും എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞു ഇവര് 3 പേരും ലിഗ്നിഫൈഡ് സെൽവാണ് അല്ലെ? വെസൽസ് ആയാലും ട്രക്കീഡ്സ് ആയാലും സൈലം ഫൈബേഴ്സ് ആയാലും. ഈ വെസൽസിന്റെയും ട്രക്കീഡ്സിന്റെ പ്രത്യേകത, വെസൽസ് എവിടെയാ കാണുന്നറിയോ? ഇൻ ആൻജിയോസ്പോംസ്. ട്രക്കീഡ്സ് ആണെങ്കിൽ ആൻജിയോലും കാണും ജിംനോലും കാണും. ആൻജിയോസ്പോമിലും കാണും ജിംനോസ്പോമിലും കാണും. ഓക്കെ, സൈലം ഫൈബേഴ്സ് ആൻജിയോലും കാണും ജിംനോലും കാണും. സൈലം പാരൻകൈമ ആണെങ്കിലും ആൻജിയോലും കാണും ജിംനോലും കാണും. ഓക്കെ, അപ്പം ഇവര് 3 പേരും ട്രക്കീഡ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ is common to both angiosperms and gymnosperms. വെസൽസ് മെയിൻലി എവിടെയാണ്? ആൻജിയോയിൽ മാത്രമേ കാണുള്ളൂ. ജിംനോസ്പേമിൽ വെസൽസ് ആർ ആബ്സെന്റ്. ഓക്കെ, ഇനി ഫ്ലോയം നോക്കുകയാണെങ്കിൽ ഞാനിവിടെ കണ്ടോ സീഡ് ട്യൂബ് ഓർ സീഡ് സെൽ എന്ന് എഴുതിയുണ്ടോ? എന്താന്ന് വെച്ചാൽ സീഡ് ട്യൂബ് കാണുക ആൻജിയോസ്പേമില, സീഡ് സെൽ ജിംനോയിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സീഡ് സെൽ. അതേപോലെ കമ്പാനിയൻ സെല്ല് കാണുക ആൻജിയോസ്പേമിലാണ്, ആൽബുമിനസ് സെല്ല് ജിംനോയിൽ. ഫ്ലോയം പാരൻകൈമ ആൻജിയോയിലും കാണും ജിംനോയിലും കാണും. ഫ്ലോയം ഫൈബേഴ്സും ആൻജിയോയിലും കാണും ജിംനോയിലും കാണും. അപ്പം നിങ്ങളോട് ചോദിക്കുന്നു, ജിംനോസ്പേമില് സൈലം വാട്ടർ ട്രാൻസ്പോർട്ട് എന്തായാലും സൈലം ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ.
സോ ആൻജിയോസ്പേമില് മെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് 4 ആൾക്കാരുടെ പേര് പറയാം. വെസൽസ്, ട്രക്കീസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. ജിംനോസ്പേമില് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ട്രക്കീസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് പാരൻകൈമ. മനസ്സിലായോ? ഇനി ഇവിടെയാണെങ്കിൽ ജിംനോസ്പേമിൽ ആരൊക്കെയാന്ന് ചോദിച്ചാൽ സീവ് സെൽ, ആൽബുമിനസ് സെൽ, ഫ്ലോയം ഫൈബേഴ്സ്, ഫ്ലോയം പാരൻകൈമ. ഇനി മറ്റേ ആൻജിയോലാണെങ്കിൽ സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽ, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബർ. ഓക്കെ, അപ്പം ആദ്യത്തെ ആളാരാ? വെസൽസും ട്രക്കീഡ്സും. സോ വെസൽസും ട്രക്കീഡ്സിനും ഒക്കെ പറയുകയാണെങ്കിൽ വെസൽസിനും ട്രക്കീഡ്സിനും ഒക്കെ നമ്മള് സ്ക്ലിയറൻകൈമനെ പറ്റി പഠിച്ചില്ലേ? അപ്പൊ സ്ക്ലിയറൻകൈമ പോലെ ലിഗ്നിഫൈഡ് സെൽവാളാണ് വെസൽസിനാണേലും ട്രക്കീഡ്സിനാണേലും. ഓക്കെ, അപ്പൊ അത് തന്നെ സെയിം സാധനം. ലിഗ്നിഫൈഡ് സെൽവാളാണ്, പിറ്റ്സ് ഉണ്ട്, തുടങ്ങിയ സെയിം പോയിന്റ്സ് തന്നെയാണ് അതിൽ പഠിക്കാനുള്ളത്. അടുത്തത് സൈലം പാരൻകൈമ. സൈലം പാരൻകൈമ എന്ന് വെച്ചാൽ സൈലം ഫൈബർ. സൈലം ഫൈബർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഫൈബേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരുന്നു? മെക്കാനിക്കൽ സപ്പോർട്ട്. ഇവിടെയും ഇവരും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? മെക്കാനിക്കൽ സപ്പോർട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സൈലം പാരൻകൈമനെ പറ്റി പറയുകയാണെങ്കിൽ പാരൻകൈമ സെൽസിന് 3 ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്: ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് സെക്രീഷൻ. ഇവിടെ ഇതിൽ സ്റ്റോറേജ് ആണ് സൈലം പാരൻകൈമ. ദേ സ്റ്റോർ ഫാറ്റ്സ്, സ്റ്റാർച്ച് എക്സെട്ര. സ്റ്റാർച്ച്, ഫാറ്റ്, ടാനിൻസ് ഇതിനൊക്കെ സ്റ്റോർ ചെയ്യുന്നവരാണ് ആര്? സൈലം പാരൻകൈമ. അപ്പൊ ഞാന് വെസൽസും ട്രക്കീഡ്സും ഒന്നും പറയാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ക്ലിയറൻകൈമയിൽ പഠിച്ച സെയിം ഫീച്ചേഴ്സ് ആണ് അതിലും പഠിക്കുന്നത്. കാരണം 3ലും ലിഗ്നിഫൈഡ് സെൽവാളാണ്, പിറ്റ്സ് ആണ്, ഏകദേശം ഒരേ ഷേപ്പും സ്ട്രക്ചറും ഒക്കെയാണ് കേട്ടോ. സൈലം പാരൻകൈമയിലാണെങ്കിൽ ദേ ഹെൽപ്പ് ഇൻ സ്റ്റോറേജ് ഓഫ് എന്തൊക്കെയാ? സ്റ്റാർച്ച്, ഫാറ്റ്സ്, അതേപോലെ ടാനിൻസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് സൈലം പാരൻകൈമ. Okay, so xylem is divided into 2. Xylem is divided into 2. Primary xylem ഉണ്ട്, secondary xylem ഉണ്ട്. പേരിൽ തന്നെ ഉണ്ട്. പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന സൈലാണ് പ്രൈമറി സൈലം, സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന സൈലം സെക്കൻഡറി സൈലം. പ്രൈമറി സൈലം 2 ടൈപ്പ്: പ്രോട്ടോസൈലവും മെറ്റാസൈലവും. പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം. ഓക്കെ, യെസ്. സോ പ്രോട്ടോസൈലം എന്ന് വെച്ചാൽ ഇതില് സ്മോൾ വെസൽസ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ സൈലത്തിലെ മെയിൻ മെമ്പർ അല്ലേ വെസല്? അപ്പൊ പ്രോട്ടോസൈലത്തില് സ്മോൾ വെസൽ ആയിരിക്കും, മെറ്റാസൈലത്തില് ലാർജ് വെസൽസ് ആയിരിക്കും. ലാർജ് വെസൽസ് ആയിരിക്കും. അതാണ് വ്യത്യാസം കേട്ടോ. ഓക്കെ, ഇനി ഫ്ലോയം. ഫ്ലോയമില് 4 മെമ്പേഴ്സ് ആരൊക്കെയാ? സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽ അഥവാ സീവ് സെൽ ആൻഡ് ആൽബുമിനസ് സെൽ, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബർ. അപ്പൊ നമ്മൾ ആദ്യം ആൻജിയോസ്പേമിലുള്ള ആളെന്ന് വരയ്ക്കാം. അത് സീവ് ട്യൂബ്. ഇതാണ് സീവ് ട്യൂബ്. കണ്ടോ? ദിസ് വൺ ഈസ് സീവ് ട്യൂബ്. ഓക്കെ, സോ ഈ സീവ് ട്യൂബില് നിങ്ങൾ കണ്ടോ? സീവ് ട്യൂബിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സീവ് ട്യൂബിന് ന്യൂക്ലിയസ് ഇസ് ആബ്സെന്റ്. സീവ് ട്യൂബില് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താ? ന്യൂക്ലിയസ് ഇസ് എ കൺട്രോൾ സെന്റർ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ, റൈറ്റ്? ഒരു സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. C2 ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ല പരിപാടി നടക്കുവോ? ഇല്ല. സോ ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ, ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ഒക്കെ ചെയ്യാൻ അവർക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ പേരാണ് കമ്പാനിയൻ സെൽ. കമ്പാനിയൻ സെല്ലിന് നല്ല അടിപൊളി ന്യൂക്ലിയസ് ഉണ്ട്. കണ്ടോ? ഇവര് രണ്ടുപേരും കണക്റ്റഡ് ആണ് ബൈ പിറ്റ്സ്. പിറ്റ്സ് വഴി രണ്ടുപേരും കണക്ട്. അപ്പൊ ഈ പിറ്റ്സിലൂടെയൊക്കെയാണ് നമ്മുടെ കമ്പാനിയൻ സെൽ ന്യൂക്ലിയസ് സീവ് ട്യൂബിന്റെ ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക. സീവ് ട്യൂബിന്റെ ഇവിടെ കുറെ പെർഫറേഷൻസ് ഉണ്ട് ഒരു അറ്റത്ത്. ഓക്കെ, These perforations are known as sieve plate. എന്താ പറയുക? Sieve plate. The same സാധനം in gymnospermല്
ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഇത്ര വലിപ്പം ഉണ്ടാവില്ല എന്ന് മാത്രം. രണ്ട് കോർണേഴ്സിൽ മാത്രമേ പെർഫറേഷൻ ഉണ്ടാവുന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട്. അതിനെ നമ്മൾ സീവ് ഏരിയാസ് എന്ന് വിളിക്കും. ഹിയർ ഓൾസോ സീവ് സെൽ doesn't have nucleus and their function is controlled by albuminous cell. Albuminous സെല്ലിന് നല്ല അടിപൊളി ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ജിംനോന്റെ അവസ്ഥ, ഇതാണ് ആൻജിയോന്റെ അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ഇവരിലും പിറ്റ്സ് ഉണ്ട് കേട്ടോ. പിറ്റ്സ് വഴിയാണ് കൺട്രോൾ ചെയ്യുക. ഓക്കെ. അപ്പം എന്ത് ഫംഗ്ഷൻ ആണ് കൺട്രോൾ ചെയ്യുക? ആൽബുമിനസ് സെൽ അഥവാ കോമ്പാനിയൻ സെൽ എന്ത് ഫംഗ്ഷൻ ആണ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ദേ മെയിൻറ്റെയിൻസ് ദ പ്രഷർ ഗ്രേഡിയന്റ് ഓഫ് സീവ് ട്യൂബ്. എന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം ഫ്ലോയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഫുഡിന്റെ ട്രാൻസ്പോർട്ടാണ്. ഫുഡ് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുക ഹൈ പ്രഷർ ടു ലോ പ്രഷർ. സോ ഹൈ പ്രഷർ ടു ലോ പ്രഷർ എന്നുള്ള ആ ഒരു പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു സീവ് ട്യൂബ് അല്ലേ, ഇതിന്റെ ഇപ്പുറത്ത് അടുത്തൊരു സീവ് ട്യൂബ് ഉണ്ടാവും, അടുത്തൊരു സീവ് ട്യൂബ് ഉണ്ടാവും. അപ്പൊ ഇത് തമ്മിലുള്ള പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുഡ് വരുള്ളൂ, പിന്നെ ഇങ്ങോട്ടേക്ക് പോകുള്ളൂ. റൈറ്റ്? അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? കമ്പാനിയൻ സെൽ. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കമ്പാനിയൻ സെൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? They maintain the pressure gradient of sieve tube. Okay, albuminous cell അതേപോലെ തന്നെ എന്താ ഫംഗ്ഷൻ? പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അതാണ് സീവ് ട്യൂബും കമ്പാനിയൻ സെല്ലും. അടുത്ത മൂന്നാമത്തെ ആരായിരുന്നു? ഫ്ലോയം പാരങ്കൈമ. സോ ലിവിങ് സെല്ലാണ്. റൈറ്റ്? പാരങ്കൈമയാണ് സ്റ്റോറേജ് ആണ് അല്ലെ മെയിൻ ഫംഗ്ഷൻ. ഇവരും സ്റ്റോറേജ് ആണ്. മെയിൻ ഇവരുടെ സ്റ്റോറേജ് എന്തൊക്കെയാണെന്നോ? Help in the storage of resins, latex and mucilage. Resins, latex and mucilage. And flowing parenchyma വേറെ function, they are വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ they are absent in monocotyledons. Monocot plants ല് flowing parenchyma absent ആണ്. Dicot plants ൽ മാത്രമേ ഇത് കാണുള്ളൂ. flowing parenchyma കാണുള്ളൂ. ഇനി ഫ്ലോയം ഫൈബേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഫ്ലോയം ഫൈബേഴ്സിന് one more name is that they are known as bast fibers. എന്താ വിളിക്കുക? ബാസ്റ്റ് ഫൈബേഴ്സ്. എന്താ ഫ്ലോയം ഫൈബറിന്റെ പ്രത്യേകത? ഫൈബർ ആണ്, സ്ക്ലെറൻകൈമയാണ്. സോ they are dead. So they are the only dead cells present in ഫ്ലോയം. ഫ്ലോയത്തിലുള്ള ഡെഡ് ആയ ആൾക്കാർ ഡെഡ് ടിഷ്യൂ ആണ് ആര്? ഫ്ലോയം ഫൈബർ. സോ ബാസ്റ്റ് ഫൈബർ ഇവരൊരു പ്രത്യേകത, they are absent in primary phloem. പ്രൈമറി ഫ്ലോയം ഉണ്ട്, സെക്കൻഡറി ഫ്ലോയം ഉണ്ട്. പ്രൈമറി ഫ്ലോയം എന്ന് വെച്ചാൽ പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലോയം. സെക്കൻഡറി ഫ്ലോയം എന്ന് വെച്ചാൽ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലോയം. പ്രൈമറി ഫ്ലോയത്തില് ആരില്ല, ഫ്ലോയം ഫൈബേഴ്സ് ഇല്ല. സോ ഇങ്ങനത്തെ കുറെ എക്സെപ്ഷൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് വൃത്തിയിൽ പഠിക്കണം. എപ്പോഴും അത് ആണ് ചോദിക്കാറ്. ഇവിടെ ഏതാ? they are absent in monocot. ഇവിടെ they are absent in primary phloem. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഫ്ലോയം ഫൈബേഴ്സ് ചണനൂൽ, ചണം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജൂട്ട് കേട്ടിട്ടില്ലേ? ഓക്കെ. ജൂട്ടിന്റെ തുണിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ ജൂട്ട് എന്ന് പറയുന്നത് ഒരു മരമാണ്. അതെന്നാണ് ഈ ഫൈബേഴ്സ് എടുക്കുന്നത്. ഏത് ഫൈബേഴ്സ് ആണ് എടുക്കുന്നത്? ദാറ്റ് ഈസ് ഫ്ലോയം ഫൈബേഴ്സ്. അതാണ് നമ്മൾ തുണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. സോ ഫ്ലോയം ഫൈബേഴ്സ് ഓഫ് ട്രീസ് ലൈക്ക് ജൂട്ട്, ഫ്ലാക്സ് ആൻഡ് ഹെംപ്, ഇതൊക്കെ ഓരോ മരത്തിന്റെ പേരാണ്. ആർ യൂസ്ഡ് കൊമേഴ്ഷ്യലി. ഏതൊക്കെയാ? ജൂട്ട്, ഫ്ലാക്സ് ആൻഡ് ഹെംപ്. ഈ മരങ്ങളുടെയൊക്കെ ഫ്ലോയം ഫൈബേഴ്സ് അഥവാ ബാസ്റ്റ് ഫൈബേഴ്സ് ആർ യൂസ്ഡ് കൊമേഴ്ഷ്യലി. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഫ്ലോയത്തിനെ പറ്റി പറയാനുള്ളത്.